വിശദമായ വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് വീണ്ടും ഡെങ്കിപ്പനി മരണം. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച ചികിത്സയിലായിരുന്ന അംഗനവാടി ജീവനക്കാരി മരിച്ചു. ചിറ്റൂർ പെരുമാട്ടി പള്ളിച്ചാർത്തക്കുളമ്പ് സ്വദേശി ഗീതയാണ് മരിച്ചത്. കുറച്ച് ദിവസങ്ങളായി ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 6 ആയി. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയേക്കും. പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നത് വൈകുന്നതിനെതിരെ ഹൈക്കോടതി കടുപ്പിച്ചതോടെയാണ് സർക്കാർ നീക്കം. ഹൈക്കോടതി നിർദ്ദേശം പാലിക്കണമെന്നാണ് മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട്. D ബിനോയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും R ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രതികളുടെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് സർക്കാർ അനുമതി നൽകാനിരിക്കുന്നത്. കോടതിയിൽ കൂടുതൽ വിവരങ്ങൾ. അതിൽ വെച്ച് ഏറ്റവും വലിയ തരത്തിലുള്ള ഒരു അഴിമതിയായിരുന്നു കശുവണ്ടി വികസന കോർപ്പറേഷൻ. അതായത് 2006 മുതൽ 2015 വരെ തോട്ടണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അഴിമതി നടന്നിരുന്നുവെന്ന് CBI കണ്ടെത്തിയിരുന്നു. ഇതിൽ പ്രധാന സംഭവം ഈ സംസ്കരിക്കപ്പെടാത്ത തോട്ടണ്ടി മറ്റ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരികയും ആ കൊണ്ടുവരുന്ന സമയത്ത് വില വ്യത്യാസം, ഒപ്പം തന്നെ തൂക്കത്തിലെ വ്യത്യാസം, അതിനുപരി ഗുണനിലവാരം കുറഞ്ഞ തോട്ടണ്ടി, ഇങ്ങനെ 3 തരത്തിൽ വലിയ തരത്തിലുള്ള വെട്ടിപ്പ് നടത്തിയിരുന്നുവെന്ന് അന്ന് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്ന വിവിധ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇതിന് ഇത്തരത്തിലൊരു നീക്കം നടക്കുമ്പോൾ അന്നത്തെ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്ന R ചന്ദ്രശേഖരനും ഒപ്പം അതിൻ്റെ MD ആയിരുന്ന രതീഷും ഇത് കണ്ടില്ല എന്ന് നടിച്ചു എന്നുള്ളതായിരുന്നു CBIയുടെ മറ്റൊരു കണ്ടെത്തൽ. ഇത്തരത്തിൽ വലിയ നഷ്ടം സംസ്ഥാന സർക്കാരിനും കശുവണ്ടി വികസന കോർപ്പറേഷനും ഉണ്ടാക്കിയെന്ന് CBI കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇരുവർക്കുമെതിരെ കേസെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടിരുന്നതും. എന്നാൽ CBI ഇത് സംബന്ധിച്ച കുറ്റപത്രം തയ്യാറാക്കിയെങ്കിലും ഇരുവരെയും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയമാക്കാനോ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ സമയത്ത് അനുമതി നൽകിയിരുന്നില്ല. കാരണം അന്ന് LDF സർക്കാരിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങളോ കണക്കുകളോ രേഖകളോ ലഭ്യമല്ല എന്ന തരത്തിൽ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യമാണ് R ചന്ദ്രശേഖരനെ ഈ കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോസിക്യൂഷൻ നടപടിക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോയതെന്ന് അന്ന് തന്നെ ഇത് വലിയ തരത്തിലുള്ള ഒരു ആരോപണമായി ഉയർന്നു വന്നിരുന്നു. പക്ഷേ വീണ്ടും ഈ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ കശുവണ്ടി ഇറക്കുമതി ആരോപണം എത്തിയതോടുകൂടിയാണ് സർക്കാർ ഇതിൽ പ്രോസിക്യൂഷന് അനുമതി നൽകാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. കാരണം ഇതിനകത്തൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം UDFൻ്റെ സമയത്ത് പല സമയങ്ങളിൽ വിരുദ്ധമായ നിലപാട് INTUC നേതാവ് എന്ന നിലയ്ക്ക് R ചന്ദ്രശേഖരൻ സ്വീകരിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരെ പോലും തന്നെ അദ്ദേഹം ഒരു വിരുദ്ധ നിലപാടെടുക്കുകയും അന്നത്തെ LDF സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ളൊരു നീക്കം നടത്തുകയും ചെയ്തിരുന്നു. ഇത് വലിയ തരത്തിലുള്ളൊരു രാഷ്ട്രീയ ചർച്ചയായി മാറി. അങ്ങനെ ആ പിന്തുണയ്ക്ക് നൽകിയ ഒരു പ്രത്യുപകാരമായിട്ടാണ് പ്രോസിക്യൂഷൻ നടപടിക്രമങ്ങൾ പിണറായി വിജയൻ നീട്ടിക്കൊണ്ടുപോയതെന്നായിരുന്നു പൊതുവെ കോൺഗ്രസിലും ഒപ്പം തൊട്ടു പിന്നാലെ ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണങ്ങൾ. എന്നാൽ ഈ മന്ത്രിസഭ അധികാരം ഏറ്റതിന് ശേഷമുള്ള ഒരു പ്രോസിക്യൂഷൻ നടപടിക്ക് ആദ്യ അനുമതി നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഫയൽ എത്തിയപ്പോഴേക്കും പ്രധാനമായും പറയുന്നത് കോടതി പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട അതായത് പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകാത്തത് കാരണം അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നത്തിന് അപ്പുറത്തേക്ക് നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളി തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇതൊരു പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രവുമല്ല, അന്നത്തെ വ്യവസായ വകുപ്പിൻ്റെ ചീഫ് സെക്രട്ടറിയും ചുമതലയുണ്ടായിരുന്ന മുഹമ്മദ് ഹനീഷിനെ ഇതുമായി ബന്ധപ്പെട്ട് കോടതി അലക്ഷ്യ നടപടികളുടെ പേരിൽ ഹൈക്കോടതിക്ക് മുന്നിൽ നേരിട്ട് ഹാജരായി ഈ പ്രോസിക്യൂഷൻ നടപടികൾ വൈകിയ സമയത്തുള്ള നിർദ്ദേശം നൽകാൻ
നൽകണമെന്ന് ഹൈക്കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജൂലൈ മാസം 2-ാം തീയതി വരെ ഇതിന് സമയമുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് തന്നെ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഹാജരായി വിവരങ്ങൾ ധരിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ മറ്റൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്കൂടി കാര്യങ്ങൾ നീങ്ങുകയാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ രക്ഷപ്പെട്ട് മാറിയെന്ന് പോയിരുന്ന INTUC നേതാവും ഇപ്പോൾ പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയനാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇത് പലപ്പോഴും പല ആവർത്തി ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അന്ന് സംരക്ഷണം ഒരുക്കിയവർ ഇന്ന് ഭരണസാരഥ്യത്തിലില്ല. അതുകൊണ്ട് എന്നിട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട് ഒരു നിലപാട്, അതും കോടതിയുടെ നിർദ്ദേശം അതേപടി പാലിക്കുന്ന തരത്തിലേക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നത് എന്നുള്ളത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ശരി, വ്യക്തമാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.